ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് KTR വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒരു കിണറ്റിൽ ആഫ്രിക്കൻ മൊയ്കളുണ്ട്. എത്ര ഉണ്ട്? 5 ഉണ്ട്. 5 ആഫ്രിക്കൻ മൊയ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് ഇതൊന്ന് പിടിക്കാനൊക്കെ ആയിട്ട്. ചൂണ്ടലിട്ടിട്ടുണ്ട്, അതുപോലെ സ്ലിംഗ് ഷോട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ബ്രൈഡ് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ ഓരോ സുഹൃത്തുക്കളാണ് കേട്ടോ അത് ഇതാക്കിയത്. അപ്പോൾ നമ്മളിന്ന് ഇതിൽ നിന്ന് ആ ഒരു ആഫ്രിക്കൻ മൊയിനെ പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് നോക്കുക. പൈസ അപ്പോൾ ഇതേട്ടാ 2 ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. സാധനങ്ങൾ കണ്ടില്ലേ? ഒന്നാമയാണ് കേട്ടോ, ഒന്ന് ഇതാ നല്ല അടിപൊളി ആഫ്രിക്കൻ മൊയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കുക കിട്ടുമല്ലേ എന്ന്. പൈസ അപ്പം അതട്ടാ കുടുങ്ങി ഇല്ല, കുടുങ്ങിയല്ല, കൂടെ പോയത് ജസ്റ്റ് മിസ്സായിട്ടുണ്ട്. കുടുങ്ങിയത് വെള്ളം കുടിച്ച് ഗൈസ് അപ്പോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെ കയറിയിട്ടുള്ളത് നോക്കണം, എന്നിട്ട് അതിനെ പൊക്കാൻ കഴിയുള്ളൂ. എങ്ങനെ കയറിയിട്ട് നോക്കാം. അത് സാധനം കണ്ട സാധനം ഞാൻ കണ്ട് ഫുള്ള് കയറിയിട്ട് കിടറായിട്ട് കിട്ടില്ല. അതിന് പകുതിക്കാണ് കുടുങ്ങിയിരിക്കണേ. ഒരു കാര്യം ചെയ്യാൻ കേട്ടോ, ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരണം. കയറിൻ്റെ ഉള്ളിൽ കൂടെ ചാടണം. ഞാൻ നൂല് വന്നിക്കണം നോക്കാം. നൂലെങ്ങനെ പിടിക്കണം നോക്കാം. വേറൊരു വകുപ്പ് നമ്മളെ കാണില്ല. ഒന്നുമില്ല, പകുതി വയ്ക്കണല്ലേ. കോരുവലയ്യ ബക്കറ്റോ എന്തെങ്കിലും ബക്കറ്റ് ഇട്ടിട്ടോ പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇങ്ങനെ കടഞ്ഞാല് ബക്കറ്റ് വെയിറ്റ് കൊണ്ട് പൊക്കുമ്പോ അല്ലേ അത് പിടിച്ചോ പോകാനും ബക്കറ്റ് നോക്കട്ടെ. ഞാൻ കയറുന്നു. ഫാസ്റ്റ് ആയിക്കോളെ ഗൈസ്. അപ്പോൾ അത് നമ്മൾ സാപ്പിയൊക്കെ ഇറങ്ങുന്നുണ്ട്. കാരണം അത് മടി എന്തൊക്കെ അതിൻ്റെ വാല് ഭാഗത്ത് ഇതായിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ പൊക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിറ്റും വരുന്നുണ്ട്. ഇത് നമ്മൾ ചുറ്റിയപ്പോൾ ഇല്ലല്ലോ. നിങ്ങളവിടെ നോക്കിയിട്ടാ. അപ്പോൾ അതെ സാപ്പിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കയറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതെ ഈ ഒരു ബക്കറ്റിലോട്ട് കോരി എടുക്കാനാണ് നോക്കുന്നത്. ഇതല്ലേ എന്നിട്ട് ഇട്ടാ പൊക്കട്ടെ. വെള്ളം ഇളക്കല്ലേ കേട്ടാ, നല്ല പൊക്കി തരാം. അതാ സെൻറ്റർക്ക് അങ്ങോട്ട് പോവാണ്. കണ്ടാ നല്ല ഇതുമ്മ പിടിക്കരുത് കേട്ടോ. ഇമ്മ പിടിച്ചാൽ പോവും, പെടഞ്ഞാൽ പോവും. അതെന്താ ഞാൻ അങ്ങോട്ട് ആക്കിത്തരാം. എൻ്റെ തലാണ്ട് കയറ്റിയിട്ടില്ലേ. കളിപ്പിക്കല്ലേ, പോവാൻ നന്നാ ഒലിച്ച് പോവാട്ടോ. അടിയെത്തി, അത് അടീക്കോടല്ലേ. നിൽക്ക് ഞാൻ പൊക്കി തരാം. അത്
ചാക്കുണ്ടാമോ? നിങ്ങളെ എടുത്തെത്താൻ നോക്കട്ടെ. ബക്കറ്റ് കൂടി ഇതാ സാധനം അതാ വണ്ടിയില്ലേ? ചെറുക്കോ അതിനങ്ങനെ പിടിക്കാൻ പറ്റൂല. ബക്കറ്റിൽ ഇട്ടിട്ടാണ്ട് പൊത്തേണ്ടി വരും. നിങ്ങളെ ബാക്കിൽ തന്നെ കിട്ടാന്നൊക്കെ. ആ അതന്നെ പറയുന്നേ. അതിൻ്റെ മുന്നിൽ കൂടെ ആ ലോക്കാക്കുന്ന ഞാൻ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അതിനെ. പിടിച്ച് വേണ്ട പൊക്ക്. ഇവഞ്ഞ അതിനെ ആ കൈ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതാക്കിയൊരു ലോക്ക് ഇട്ടോ. ബക്കറ്റ് എന്തിക്കുക? ഒരു മിനിറ്റ്. പൈസ അപ്പോൾ അതിസാഹസികമായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമ്മളെ സാഫിയൊക്കെ വെള്ളത്തിലാണ്. കയറങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്ട്. എന്നാ ഒരു മിനിറ്റ്. കൈ പിടിച്ചോളി, കല്ല് പോവും. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ കിട്ടിയിട്ടുള്ള ആഫ്രിക്കൻ മൊയ്യ്. ഏകദേശം ഒരു 8 കിലോ തൂക്കം വരും ഇത്. അപ്പോൾ നമ്മളെ സ്ക്രീൻഷോട്ടിൻ്റെ ഡാർക്ക് ഈ ഒരു ഭാഗത്ത് ഒറ്റ ലോക്കേ കയറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാഫിയൊക്കെ പെട്ടെന്ന് ഇറങ്ങി ആ ഒരു ബക്കറ്റ് കൊണ്ട് അതിനെ പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. അതുകൊണ്ട് സാധനം കിട്ടി. മറ്റേത് നമ്മൾ പൊക്കുന്ന സമയത്ത് ഈ ഒരു ലോക്ക് ഊരിക്കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലോട്ട് തന്നെ പോകും. അപ്പോൾ അത് ആദ്യം നമ്മൾ അടിച്ചത് അതിൻ്റെ ഒരു തലഭാഗത്ത് കയറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഡാർട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ അടിപൊളി ആഫ്രിക്കൻ മൊയ്തേട്ടാ. ഇപ്പോൾ ഇതേട്ടാ നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ആഫ്രിക്കൻ മൊയ്യ.